S4 മാത്സിലെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ സൊല്യൂഷൻ നോക്കാം. ഫസ്റ്റ് എ പാർട്ടിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാം. ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞേക്കുന്നതെന്ന് വെച്ചാൽ തന്നിരിക്കുന്ന തിയറം നമ്മൾ പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, തിയറം എന്താണെന്ന് വെച്ചാൽ ദ സം ഓഫ് ഡിഗ്രീസ് ഓഫ് ഓൾ വെർട്ടീസസ് ഇൻ എ ഗ്രാഫ് ഈസ് ട്വൈസ് ദ നമ്പർ ഓഫ് എഡ്ജസ്. തന്നിരിക്കുന്ന ഗ്രാഫിൻ്റെ വെർട്ടീസസിൻ്റെ ഡിഗ്രിയുടെ സം എന്ന് പറയുന്നത് അതിലുള്ള നമ്പർ ഓഫ് എഡ്ജസ്, ഇവിടെ ഇപ്പോൾ 4 എഡ്ജസ് ആണ് ഉള്ളത്, അത് ഇൻറ്റു 2 ആയിരിക്കും, അല്ലെങ്കിൽ ട്വൈസ് ദ നമ്പർ ഓഫ് എഡ്ജസ് എന്നാണ് ക്വസ്റ്റ്യന് പറഞ്ഞിരിക്കുന്നത്. അതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ അറിയണം? ഈ V1 V2 ഇങ്ങനെ കൊടുത്തേക്കുന്നതിന് വെർട്ടീസ് എന്നും ഇപ്പോൾ ABCD എന്ന് കൊടുത്തേക്കുന്നതിന് എഡ്ജ് എന്നും പറയും. അതേപോലെ V1ൻ്റെ ഡിഗ്രി കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? 1 V1 V2 പോകുന്നുണ്ട്, ഒരു എഡ്ജ് ഉണ്ട്, 2 എഡ്ജ് ഉണ്ട് അല്ലേ? അപ്പോൾ 2 എഡ്ജ് പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡിഗ്രി എത്രയായിരിക്കും? 2 ആയിരിക്കും. ഓക്കെ, അതാണ് പറഞ്ഞിരിക്കുന്നത്. ഇത്രയാണ് നമുക്ക് ബേസിക്കായിട്ട് അറിയേണ്ടത്. ഓക്കെ, ഇനി എന്താ, നമുക്കൊരു ഗ്രാഫ് G കൺസിഡർ ചെയ്യണം. അതിൻ്റെ എന്തൊക്കെയുണ്ട്? വെർട്ടീസസും ഉണ്ട്, എഡ്ജസും ഉണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യാം? ആദ്യം നമുക്ക് തന്നിരിക്കുന്ന ഗ്രാഫിൻ്റെ വെർട്ടീസസ് എടുത്തെഴുതാം, എഡ്ജസും എടുത്തെഴുതി. ഓക്കെ, ഇനി ഡിഗ്രി ഓഫ് എ കണ്ടുപിടിക്കാൻ എന്തുവാ? ഈ എഡ്ജിൽ നിന്ന് ഏതൊക്കെ വെർട്ടീസിലോട്ട് പോകുന്നുണ്ട്? V1 V2, അപ്പോൾ 2. ഡീൻ്റെ ഏതാ? 2 എണ്ണം. ഇപ്പോൾ ഫോർ ആൻ എക്സാമ്പിൾ ഇങ്ങനെ എഴുതിയില്ലെങ്കിൽ V1ൻ്റെ ഡിഗ്രി എത്രയാണെന്ന് ചോദിച്ചാൽ എത്രയായിരിക്കും? 1 2. അതേപോലെ V2ൻ്റെ എത്രയായിരിക്കും? 1 2. V3ൻ്റെത് 1 2. അതാണ് ഇത്. അപ്പം 4 എണ്ണം കൂടെ വരുമ്പോൾ എന്താ? 2 + 2 + 2 + 2 എന്ന് പറയുന്നത് 8 എന്ന് കിട്ടും. ഏതിൻ്റെത്? നമുക്ക് ആദ്യത്തെ കണ്ടീഷൻ സം ഓഫ് ഡിഗ്രീസ് ഓഫ് ഓൾ വെർട്ടീസസിൻ്റെ ഡിഗ്രിയുടെ എണ്ണം എന്ന് പറയുന്നത് 8 എന്ന് കിട്ടി. അതേപോലെ ഇനി അടുത്ത് എന്താ ചെയ്യേണ്ടത്? നമുക്ക് എത്ര എഡ്ജസ് ഉണ്ട്? ഇനി എന്താ കണ്ടുപിടിക്കേണ്ടത്? ട്വൈസ് നമ്പർ ഓഫ് എഡ്ജസ് എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഉള്ള എഡ്ജ് ഏതൊക്കെയാണ്? ABCD. നമ്പർ ഓഫ് എഡ്ജസ് 4 ഇൻറ്റു ട്വൈസ് എന്ന് പറഞ്ഞാൽ 2 = 8. നമുക്കറിയാം. അപ്പോൾ വെർട്ടീസസിൻ്റെ 2 2 2 2 അങ്ങനെ ടോട്ടൽ 8 എന്ന് കിട്ടി. അതേപോലെ എഡ്ജസിൻ്റെ ഇൻറ്റു 2 ചെയ്യുമ്പോഴും 8 എന്ന് കിട്ടി. അപ്പോൾ ഈ തന്നിരിക്കുന്ന തിയറം പ്രൂവ് ആയില്ലേ? ഇത്രയേ ഉള്ളൂ. ഇതാണ് ഈ എഴുതിയിരിക്കുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ എന്താണെന്ന് ചോദിച്ചേക്കുന്നതെന്ന് വെച്ചാൽ വാക്ക്, പാത്ത് ആൻഡ് സർക്യൂട്ട് എന്താണെന്ന് ആണ് പറയേണ്ടത്. ഫസ്റ്റ് വാക്ക് എന്താണെന്ന് നോക്കാം. വാക്ക് എന്ന് വെച്ചാൽ എന്താ? A finite alternating sequence of vertices and sequence beginning and ending with the vertices. ഇതാണ് സാധനം. ഇതെന്താണെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഒരു വെർട്ടീസസ് നിന്ന് സ്റ്റാർട്ട് ചെയ്താൽ തിരിച്ച് ആ വെർട്ടീസിലോട്ട് വരാൻ പറ്റും, ആ വെർട്ടീസ് തന്നെ റിപ്പീറ്റ് ചെയ്യാൻ പറ്റും. അതൊക്കെയാണ് എന്താ വാക്ക് എന്ന് പറയുന്നത്. നമുക്കിവിടെ ഒരു സെൽഫ് ലൂപ്പ് വരാൻ പറ്റും, ബിക്കോസ് തന്നിരിക്കുന്ന എഡ്ജ് റിപ്പീറ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ പാത്ത് നോക്കുകയാണെങ്കിൽ എഡ്ജ് റെപ്പറ്റീഷൻ വരത്തില്ല. എന്താണെന്ന് വെച്ചാൽ ഇവിടെ റെപ്പറ്റീഷൻ വരുന്നതിനെ നമ്മൾ വാക്കെന്ന് പറയും, റെപ്പറ്റീഷൻ വരാത്തതിനെ പാത്തെന്ന് പറയും. അതൊരു ഓപ്പൺ വാക്കാണ്. അതേപോലെ സർക്യൂട്ട് ആണെങ്കിൽ എന്താ? ഒരു ക്ലോസ്ഡ് പാത്താണ്, പക്ഷേ നോ വെർട്ടെക്സ് ഈസ് റിപ്പീറ്റഡ്. ഓക്കെ, എക്സ്പെക്ട് ദി സ്റ്റാർട്ടിംഗ് വെർട്ടെക്സ്. ഇവിടെ നിന്ന് തുടങ്ങി ഇതൊരു സർക്യൂട്ടാണ്, ഇങ്ങനെ പോയി വന്നാൽ ഇതൊരു സർക്യൂട്ടാണ്, ഇങ്ങനെ പോയിട്ട് തിരിച്ച് ഈ പോയിന്റിൽ തന്നെ വന്നാലും ഒരു സർക്യൂട്ടാണ്. ഏതെന്ന് സ്റ്റാർട്ട് ചെയ്ത് അതിൽ തന്നെ വരുന്നതിനെയാണ് നമ്മൾ സർക്യൂട്ട് എന്ന് പറയുന്നത്. അതുകൊണ്ട് സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും ആയിട്ടുള്ള ആ വെർട്ടെക്സിനെ മാത്രം ഇതിന്ന് തുടങ്ങി ഇങ്ങനെ വന്ന് ഇതിൽ എൻഡ് ചെയ്താൽ ഇതിനെ നമുക്ക് ഒരു റിപ്പീറ്റഡ് ആയിട്ട് എടുക്കാൻ പറ്റും, ബിക്കോസ് എന്നാലും അതൊരു സർക്യൂട്ട് ആവത്തുള്ളൂ. അപ്പോൾ ബേസിക്കലി എന്താണെന്ന് വെച്ചാൽ വാക്കെന്ന് പറഞ്ഞാൽ ലൂപ്പ് വരാം, അല്ലെങ്കിൽ എഡ്ജസ് റിപ്പീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതൊരു ഫൈനൈറ്റ് ഓൾട്ടർനേറ്റീവ് സീക്വൻസ് ഓഫ് വെർട്ടീസസ് ആൻഡ് സീക്വൻസ് ആണ്, ബിഗിനിങ് ആൻഡ് എൻഡിങ് വിത്ത് ദി വെർട്ടീസസ്. ഓക്കെ, പിന്നെ പാത്ത് എന്ന് വെച്ചാൽ ഒരു ഓപ്പൺ വാക്കാണ്. അതിൽ വെർട്ടെക്സ് റിപ്പീറ്റ് ചെയ്യുന്നില്ല, ആൻഡ് ഒരിക്കലും അത് ഇൻ്റർസെക്റ്റും ചെയ്യത്തില്ല. പിന്നെ നമ്പർ ഓഫ് എഡ്ജസ് = ലെങ്ത് ഓഫ് പാത്താണ്. ഇപ്പോൾ നമ്മളൊരു പാത്ത് എടുക്കുകയെന്ന് വെച്ചോ, V1 നിന്ന് V3 ഒരു പാത്ത് എടുത്താൽ എങ്ങനെയൊക്കെ നമുക്ക് പോകാൻ പറ്റും? V1 V2 V3 പോകാൻ പറ്റും, കണ്ട? അതേപോലെ V1 V2 V4 V3 എന്നും പറഞ്ഞ് പോകാൻ പറ്റും. ഇതാണ് 2 പാത്ത്. ഓക്കെ, ഇനി സർക്യൂട്ട് എന്താണെന്ന് ചോദിച്ചാൽ ഒരു ക്ലോസ്ഡ് പാത്താണ്. ഫസ്റ്റും ലാസ്റ്റും തുടങ്ങുന്നതും എൻഡ് ചെയ്യുന്നതും വെർട്ടീസസ് സെയിം ആയിരിക്കും. ആ വെർട്ടീസസ് മാത്രമേ റിപ്പീറ്റ് ചെയ്യാനും പാടുള്ളൂ. അതിനെയാണ് സർക്യൂട്ട് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കിതിൽ എത്ര സർക്യൂട്ട് പറയാൻ പറ്റും? V1 V2 V3 V4 എന്ന് പറയുന്നത് ഒരു സർക്യൂട്ടല്ലേ? V1 തന്നെ എൻഡ് ചെയ്യണം, അതിനെയാണ് ഒരു സർക്യൂട്ട് എന്ന് പറഞ്ഞത്. V1 V2 V3 V4 V1 ഇതൊരു സർക്യൂട്ടാണ്. അതേപോലെ ഏതൊക്കെ പോകാൻ പറ്റും? വേറൊരു സർക്യൂട്ട് ഏതുണ്ട്? V1 V4 V3
V1 ഇത് പറയാൻ പറ്റും. അതേപോലെ V3 V1 V2 V3 ഇങ്ങനെ പോകുന്ന ഒരെണ്ണവും പറയാൻ പറ്റും, ഇങ്ങനെ പോകുന്ന ഒരെണ്ണവും പറയാൻ പറ്റും, ഇങ്ങനെ വരുന്നതും പറയാൻ പറ്റും. ഓക്കെ, ഇത് ഇത്രയും ഒരു സർക്യൂട്ടാണ്. ഇതാണ് ഈ സർക്യൂട്ടിലുള്ള ഓരോ ടൈപ്പ് ഓഫ് സർക്യൂട്ട്സ്. ഓക്കെ, ഇത് ഇത്രയേ ഉള്ളൂ, ഇത് 3 അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. തേർഡ് ക്വസ്റ്റ്യൻ എന്താ പറയുന്നതെന്ന് വെച്ചാൽ രണ്ട് ഗ്രാഫ് തന്നിട്ടുണ്ട്, G1 G2. അതിൻ്റെ യൂണിയനും റിംഗ്സമും കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. സോ ഫസ്റ്റ്ലി നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് തന്നിരിക്കുന്ന ഗ്രാഫ് ഏതാ, ആദ്യം തന്നിരിക്കുന്ന G1, അതിന് എന്തൊക്കെ കണ്ടുപിടിക്കണം, V1ഉം E1ഉം. നമുക്കിപ്പോൾ നമ്മൾ ഒരു ഗ്രാഫിൽ ഏതൊക്കെയുണ്ട്, വെർട്ടീസസും ഉണ്ട്, എഡ്ജസും ഉണ്ട്. ഇവിടെ ആദ്യത്തെ ഗ്രാഫ് ആയതുകൊണ്ട് G1ൻ്റെ V1ഉം E1 പറഞ്ഞ് എടുത്തെഴുതി. ആദ്യം അതിൻ്റെ V1ൻ്റെ വെർട്ടീസസ് എടുത്തെഴുതുക. ഏതൊക്കെയാണ്, V1 V2 V3 V4 V5 എടുത്തെഴുതി. അതേപോലെ അതിൻ്റെ E1 എഡ്ജസ് എടുത്തെഴുതുക. ABCDEF എടുത്തെഴുതി. ഫസ്റ്റ് G1ൻ്റെ കംപ്ലീറ്റഡ്. ഓക്കെ, ഇനി G2ൻ്റെ അതേപോലെ എടുത്തെഴുതണം. ഏതൊക്കെയാണ് വെർട്ടീസസ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്, V1 V2 V3 V5 V6. ഓക്കെ, അതേപോലെ എഡ്ജസ് ACGHKL. ഓക്കെ, ഇത് ഇത്ര എടുത്തെഴുതി. ഇനി നമുക്ക് എന്താ തന്നേക്കുന്നത്, യൂണിയൻ കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. യൂണിയൻ കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത്, G1 യൂണിയൻ G2 എന്നാണ് എഴുതേണ്ട. യൂണിയൻ എന്ന് വെച്ചാൽ ടോട്ടലുള്ള സാധനങ്ങളെല്ലാം എടുത്തതിനാണ് യൂണിയൻ എന്ന് പറയുന്നത്. സോ നമുക്ക് G1 യൂണിയൻ G2 എന്ന് കൊടുക്കാം. എന്നിട്ട് G1ൻ്റെ ഏതൊക്കെ ഉണ്ടായിരുന്നു, വെർട്ടീസസും എഡ്ജസും ഉണ്ടായിരുന്നു. അതിന് V1 E1 എന്ന് പേര് കൊടുത്തു. അത് യൂണിയൻ V2 E2. ഓക്കെ, എന്നിട്ട് ഈ V1 ഏതാ, ഇത് എടുത്തെഴുതുക. E1 ഏതാ, ഇത്, അത് യൂണിയൻ. അടുത്തേതാ, V2, ഇത്, പിന്നെ ഏതാ E2, V2 E2 എടുത്തെഴുതി. ഓക്കെ, ഇനി ഇതിനെല്ലാത്തിനെയും കമ്പൈൻ ചെയ്തെഴുതാം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ രണ്ടിലും വരുന്ന കോമൺ ആയിട്ടുള്ള, അല്ലെങ്കിൽ ഇതിൻ്റെ കോമൺ ആയിട്ടുള്ളതെന്നല്ല, രണ്ടിലും എല്ലാം കൂടെ ടോട്ടൽ ചെയ്തിട്ടുള്ള വെർട്ടീസ് എടുത്ത് എഴുതുക. ഇപ്പോൾ എന്താ ഇതിൻ്റെ അകത്ത് V1 ഒക്കെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു തവണ എടുത്ത് എഴുതിയത്, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, അപ്പോൾ V1 V2 V3 V4 V5 V6 ഇതെല്ലാം എടുത്തെഴുതി. പിന്നെന്താ ABCDEFGHKL ഇതിലുള്ളത് എഴുതി. അപ്പോൾ യൂണിയൻ്റെ കേസ് കഴിഞ്ഞു. ഓക്കെ, നമുക്ക് യൂണിയൻ്റെ ഫിഗർ വരയ്ക്കുമ്പോൾ ഇങ്ങനെയാണ് കിട്ടുന്നത്. ഇതിൻ്റെ ഫിഗറും കൂടെ അങ്ങ് വരച്ച് വെച്ചിരിക്കണം. ഇതിലിപ്പോൾ എന്താ എക്സ്ട്രാ ആയിട്ട് വന്നിട്ടുള്ള ഈ ഇത്രയും സാധനങ്ങൾ ഇതാണ്ട് ഇങ്ങനെ വന്നിട്ട് വരച്ചിട്ടുണ്ട്. അതേപോലെ ഈ ബിക്ക് പകരം ഇവിടെ G വരുന്നില്ലേ, അതുകൊണ്ടാണ് ഇവിടെ ബിയും ജിയും വരച്ചത്. പിന്നെ ബാക്കിയുള്ള സെയിം സാധനങ്ങൾ അതേപോലെ എടുത്ത് എഴുതി. ബാക്കി ഇതിൻ്റെ നോക്ക് എയും സിയും തന്നെയാണ് കോമൺ ആയിട്ട് കൊടുത്തേക്കുന്നത്. അതുകൊണ്ട് റിപ്പീറ്റ് ചെയ്ത് വരച്ചിട്ടില്ല. ഇത് ബിയും ജി ആയതുകൊണ്ടാണ് റിപ്പീറ്റ് ചെയ്ത് വരച്ചത്. ഓക്കെ, ഇനി റിംഗ്സം എന്താണെന്ന് നോക്കാം. റിംഗ്സം എന്താണെന്ന് വെച്ചാൽ തന്നിരിക്കുന്നതിൽ കോമൺ ആയിട്ടുള്ള എഡ്ജസ് എന്ന് വെച്ചാൽ ഈ ABC ഇങ്ങനെ കൊടുത്തേക്കുന്നതൊക്കെയാണ് എഡ്ജസ്. അതിനെ നമ്മൾ റിമൂവ് ചെയ്തിട്ട് ബാക്കിയുള്ളതിനെയാണ് റിംഗ്സം എന്ന് പറയുന്നത്. അത് കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത്, ആദ്യം ഇത് രണ്ടിൻ്റെയും യൂണിയൻ എടുക്കണം. G1 യൂണിയൻ G2 എടുക്കണം. എന്നിട്ട് ഇതിൽ രണ്ടിലും കോമൺ ആയിട്ടുള്ള ഏതായിരിക്കും, അതിനെ ഇൻ്റർസെക്ഷൻ എന്നല്ലേ പറയുന്നത്, അത് G1 ഇൻ്റർസെക്ഷൻ G2. ടോട്ടലിൽ നിന്ന് കോമൺ ആയിട്ടുള്ളത് മൈനസ് ചെയ്യുമ്പോഴത്തേക്ക് കോമൺ അല്ലാത്ത ബാക്കിയുള്ളത് നമുക്ക് കിട്ടും. നമുക്കിവിടെ എന്താ കണ്ടീഷൻ, കോമൺ എഡ്ജസിനെ റിമൂവ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ടോട്ടലിൽ നിന്ന് കോമണിനെ റിമൂവ് ചെയ്യുമ്പോഴത്തേക്ക് കിട്ടും. ഇതെങ്ങനെ എഴുതുന്നതെന്ന് വെച്ചാൽ G1 ഇങ്ങനെ എഴുതുന്നത്, ഇതിനെയാണ് നമ്മൾ റിംഗ്സമിന് കൊടുക്കുന്ന ഈ സിമ്പിളാണ്. ഓക്കെ, ആദ്യം നമുക്ക് അത് കണ്ടുപിടിക്കുമ്പോൾ തന്നിരിക്കുന്നതിൽ നിന്ന് കോമൺ ആയിട്ടുള്ള ഏതൊക്കെയായിരിക്കും, ഇതിലിപ്പോൾ എയും സിയും ഒക്കെ ഇല്ലേ, അത് മാറ്റിയിട്ടുള്ളത് എടുത്തെഴുതണം. ഇതിൽ കോമൺ എഡ്ജസ് ആണ് റിമൂവ് ചെയ്യേണ്ടത്. അതാണ് റിംഗ്സം, വെർട്ടീസസ് അല്ല, എഡ്ജസ് ആണ് റിമൂവ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് റിമൂവ് ചെയ്ത് കിട്ടുന്ന എഡ്ജസ് ഏതൊക്കെ, BDEFGHKL. ഓക്കെ, ഇതിനെ നമുക്ക് വരയ്ക്കാം. എങ്ങനെയാണ് വരയ്ക്കുന്നത്, ഇതിലേതൊക്കെയുണ്ട്, BDE, ബി എന്ത്, ഇതാണ്ട് BDEFHKL എല്ലാം ആയില്ലേ. അതേപോലെ ഇതിൽ കോമൺ ആയിട്ടുള്ള എയും സിയും റിമൂവ് ചെയ്തിട്ടുള്ള ബാക്കിയെല്ലാം നമ്മൾ വരച്ചിട്ടുണ്ട് ഇല്ലേ, എല്ലാം വരച്ചിട്ടുണ്ട്. ഇവിടെ ഒരു സാധനം കൂടെ ഉണ്ടല്ലോ, അത് നമുക്ക് വന്നിട്ടില്ലായിരുന്നു, ബിയും ജിയും അതും കൂടെ. ഓക്കെ, അപ്പോൾ എല്ലാം കറക്റ്റായില്ലേ, ഇതിങ്ങനെ വരച്ചാൽ മതി. ഇതാണ് റിംഗ്സമിൻ്റെ കണ്ടീഷൻ. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഇത്രയേ ഉള്ളൂ. നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. നാലാമത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ ഡിഫൈൻ ഓയിലർ ഗ്രാഫ്, ഗിവൺ എക്സാമ്പിൾ ഫോർ
ഓഫ് എന്താ ഓയിലറിയൻ ഗ്രാഫ് വിച്ച് ഈസ് നോട്ട് ഹാമിൽട്ടോണിയൻ. ഓക്കെ, നമുക്കറിയാം എ കണക്റ്റഡ് ഗ്രാഫ് ഇൻ വിച്ച് എവറി വെർട്ടീസസ് ഹാസ് ഈവൻ ഡിഗ്രി ഈസ് കോൾഡ് ഓയിലറിയൻ ഗ്രാഫ്. നമ്മൾ നേരത്തെ നോക്കിയായിരുന്നു ഡിഗ്രി കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്, തന്നിരിക്കുന്ന വെർട്ടസിന് എത്ര എഡ്ജസ് പോയിട്ടുണ്ടെന്നുള്ള എണ്ണമാണ് ഡിഗ്രി. ഇപ്പോൾ ഇവിടെ നിന്ന് ബിയിൽ നിന്ന് എത്ര പോയിട്ടുണ്ട്, 2. വേറെ ക്വസ്റ്റ്യൻ നോക്കി, ഇവിടെ നിന്ന് എത്ര എണ്ണം പോയിട്ടുണ്ട്, 1 2 3. അപ്പോൾ എൻ്റെ ഡിഗ്രി 3 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ബി എന്നുള്ളത് 2 ആണ്, എ നിന്നും 2 ആണ്, സിന്ന് എത്ര പോയിരിക്കുന്നത്, 1 2 3 4 ആണ്. അതേപോലെ ഡിന്ന് എത്രയാണ്, 1 2, ഇന്ന് 1 2. ഓക്കെ, എന്താ ഇതിലെ എല്ലാത്തിലും ഈവൻ ഡിഗ്രിയാണ്. ഇവിടെ 2 2 2 2 4 എല്ലാം ഈവൻ നമ്പേഴ്സ് അല്ലേ. സോ ഇറ്റ്സ് ആൻ ഓയിലറിയൻ. ഇതൊരു ഓയിലർ ഗ്രാഫാണ്. നമുക്ക് പിന്നെന്താ പറഞ്ഞേക്കുന്നത്, ഗിവ് ആൻ എക്സാമ്പിൾ ഫോർ ഓയിലറിയൻ ഗ്രാഫ് വിച്ച് ഈസ് നോട്ട് ഹാമിൽട്ടോണിയൻ. ക്വസ്റ്റ്യനിൽ എന്താണെന്ന് വെച്ചാൽ ഇതൊരു ഓയിലർ ഗ്രാഫ് ആയിരിക്കണം, പക്ഷേ ഹാമിൽട്ടോണിയൻ ആവാൻ പാടില്ല. ഫസ്റ്റ് നമുക്ക് ഹാമിൽട്ടോണിയൻ എന്താണെന്ന് നോക്കാം. ഹാമിൽട്ടോണിയൻ എന്ന് വെച്ചാൽ വിസിറ്റ് ഈച്ച് വെർട്ടെക്സ് എക്സാക്ട്ലി വൺസ്. ഇതെന്തുവാ, എയിൽ തുടങ്ങിയിട്ട് ഒരിക്കൽ മാത്രമേ ഈ വെർട്ടെക്സിൽ മീറ്റ് ചെയ്തിട്ടുള്ളൂ. ഇതിപ്പോൾ സിന്ന് തുടങ്ങി ഡിയിലൊരു തവണ, സിന്ന് തുടങ്ങി ഇയിലൊരു തവണ, ഒരു തവണയെ വിസിറ്റ് ചെയ്യുന്നുള്ളൂ. പക്ഷേ എന്ന് തുടങ്ങി സിയിൽ വന്നു, ഡിയിൽ പോയി, ഇ വന്നു, സിയിൽ പോയി, ബി വന്നു. ഇത് കവർ ചെയ്യണമെങ്കിൽ എങ്ങനെയായാലും സിയിൽ ട്വൈസ് നമ്മൾ മീറ്റ് ചെയ്തിരിക്കണം. ഒന്നിൽ കൂടുതൽ പ്രാവശ്യം വെർട്ടെക്സ് ഏതെങ്കിലും ഒരു വെർട്ടെക്സിനെ മീറ്റ് ചെയ്താൽ അത് ഹാമിൽട്ടോണിയൻ അല്ല. പക്ഷേ എക്സാക്ട്ലി വൺസ് ആണെങ്കിൽ, ഒരു പ്രാവശ്യം മാത്രമേ അതിനെ മീറ്റ് ചെയ്തിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ അതിനെ ഹാമിൽട്ടോണിയൻ എന്ന് പറയാൻ പറ്റും. നമുക്ക് ഈ കേസിൽ സി വന്നതുകൊണ്ട് ഇത് ഹാമിൽട്ടോണിയൻ അല്ലല്ലോ. അപ്പോൾ ദിസ് ഈസ് ആൻ ഓയിലറിയൻ ഗ്രാഫ് ബട്ട് ഇറ്റ്സ് നോട്ട് ആൻ ഹാമിൽട്ടോണിയൻ. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു എക്സാമ്പിൾ കിട്ടിയില്ലേ. ഇതെന്താണെന്ന് വെച്ചാൽ നമുക്ക് എങ്ങനെ നോക്കാം. ആദ്യം നമുക്ക് എങ്ങനെ പോകണ്ടേ, ഗോ എ ടു എന്ന് തുടങ്ങി എയിലോട്ട് തന്നെ വരാൻ നോക്കാം. എന്ന് ബി പോയി, സി പോയി, ഡി പോയി, ഇ വന്ന്, സി പോയി, എ വന്നു. എങ്ങനെയൊക്കെ പോയാലും എയിൽ വരുമ്പോൾ സീനെ 2 പ്രാവശ്യം മീറ്റ് ചെയ്ത് പറ്റത്തുള്ളൂ. ഇവിടെ നോക്കിയാൽ അങ്ങനെ പോയി വന്നപ്പോഴത്തേക്ക് എന്ത് പറ്റി, സിയും സിയും റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. സോ ഇതെന്താണ്, ഒരു ഹാമിൽട്ടോണിയൻ അല്ല. ഓക്കെ, അതേപോലെ എല്ലാത്തിനെയും ഡിഗ്രി സീൻ്റെ 4 ആണ്. ഓക്കെ, മിസ്റ്റേക്ക് ആയിപ്പോയി, 4 ആണ്. സോ ഇതെന്താ, ഒരു ഈവൻ ഡിഗ്രി ആയതുകൊണ്ട് ഇറ്റ്സ് ആൻ ഓയിലറിയൻ ഗ്രാഫ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. താങ്ക് യു.